സർ, ഗൂർഖ റെജിമെൻറ്റിലേക്കാണ് ആദ്യമായിട്ട് പട്ടാളത്തിലേക്ക് വരുന്നത്. അത് ആ ഒരു സൈനിക ജീവിതത്തിലേക്കുള്ള തുടക്കം എങ്ങനെയായിരുന്നു? ആദ്യം മുതലേ തന്നെ സൈന്യത്തോടൊരു താല്പര്യം ഉണ്ടായിരുന്നു, അങ്ങനെയാണോ? അതെ, ഞാൻ ചെറുപ്പകാലം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ എനിക്ക് മിലിറ്ററിയെ പറ്റി വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായി. 1940-45-46 സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് യുദ്ധകാലം, സെക്കൻഡ് വേൾഡ് വാർ നടക്കുകയായിരുന്നല്ലോ. അപ്പോൾ മുതലേ എനിക്ക് എന്തോ ഒരു കാര്യം വേണ്ടി ഇഷ്ടമായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ എടുത്ത് എല്ലാ തിയേറ്റേഴ്സ്, പസഫിക് തിയേറ്റർ, ബർമ തിയേറ്റർ, നോർത്ത് ആഫ്രിക്ക, യൂറോപ്യൻ തിയേറ്റർ, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് വരുമായിരുന്നു. എനിക്കൊരു നല്ല ഫിലിപ്സ് ആറ്റ്ലസ് ഉണ്ടായിരുന്നു. ആറ്റ്ലസിൽ വായിക്കുന്നതിനെ ഇതിൽ ആറ്റ്ലസിൽ നോക്കി മനസ്സിലാക്കി അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത് അന്ന് തുടങ്ങിയതാണ്. അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അന്ന് TUOTC എന്ന് പറഞ്ഞ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ഓഫീസേഴ്സ് ട്രെയിനിങ് കോർ എന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് NCC വന്നത്. അതിൽ ആയിരുന്നപ്പോൾ ഞാൻ അതിൽ ചേർന്നു. ആ സമയത്ത് അന്ന് ട്രാവൻകൂർ ആയിരുന്നു. ട്രാവൻകൂർ സ്റ്റേറ്റ് ഫോഴ്സസിൻ്റെ ഓഫീസേഴ്സും ജവാന്മാരും എല്ലാം ധാരാളം ഇങ്ങനെ കാണാമായിരുന്നു, പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാമായിരുന്നു. അപ്പോൾ TUOTCയുടെ ഇൻസ്ട്രക്ടേഴ്സ് ട്രാവൻകൂർ സ്റ്റേറ്റ് ഫോഴ്സിൻ്റെ ഓഫീസേഴ്സും ജവാന്മാരും NCOസും ഒക്കെ ആയിരുന്നു. അവർ വളരെ ട്രാവൻകൂർ സ്റ്റേറ്റ് ഫോഴ്സിൽ അന്നത്തെ ജവാന്മാർ 5 അടി 10 ഇഞ്ചിൽ കുറവ് പൊക്കം ഇല്ല, നല്ല നല്ല പേഴ്സണാലിറ്റി ഉള്ളവരായിരുന്നു. ഓഫീസേഴ്സും നല്ല ഹാൻസം സ്മാർട്ട് ഓഫീസേഴ്സ്. അതുകൊണ്ടൊരു അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതൊരു നല്ല സർവീസാണ്, നല്ല കരിയർ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അത് എൻ്റെ പ്രൊഫഷനാക്കാമെന്ന് വിചാരിച്ച് ഞാൻ 1953 മിലിറ്ററി അക്കാഡമിയിൽ സെലക്ഷൻ കിട്ടി. അവിടെ പോയി 2 years ട്രെയിനിങ് കഴിഞ്ഞ് 1955 ജൂണിൽ ഗൂർഖ റെജിമെൻറ്റിൽ കമ്മീഷൻ കിട്ടി. 11 ഗൂർഖ റൈഫിൾസ് എന്നാണ് എൻ്റെ റെജിമെൻറ്റിൻ്റെ പേര്. അന്നത്തെ കാലത്തൊക്കെ ഗൂർഖാസ് എന്ന് പറഞ്ഞാൽ ഗൂർഖ റെജിമെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ആളുകൾ ആദരിക്കുന്ന ഒരു ഇതായിരുന്നു. വളരെ നല്ല പേരുള്ള ഒരു റെജിമെൻ്റായിരുന്നു. വെസ്റ്റേൺ തിയേറ്റർ, ഈസ്റ്റേൺ തിയേറ്റർ എല്ലായിടത്തും വളരെ VC, MM പല ഡെക്കറേഷൻ കിട്ടിയ അവരായിരുന്നു. അപ്പോൾ അതിൽ ചേരാൻ എല്ലാ ഓഫീസർ കേഡറ്റ്സിനും ഇഷ്ടമായിരുന്നു. അങ്ങനെ എൻ്റെ ഭാഗ്യവശാൽ എനിക്കത് കിട്ടി. എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ അത് ഇപ്പോൾ ഗോർഖ റെജിമെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ മിലിറ്ററിയിൽ ആർമഡ് കോർ, ആർട്ടിലറി, എൻജിനീയേഴ്സ്, സിഗ്നൽസ്, ഇൻഫൻട്രി, ഇതിനെ പറയും ഫൈറ്റിംഗ് ആംസ് എന്ന് പറയും. അപ്പോൾ ഇൻഫൻട്രി ഫൈറ്റിംഗ് ആമാണ്. അതുകൂടാതെ ASC, AOC, EME, AMC ഇതൊക്കെ സപ്പോർട്ടിങ് ലോജിസ്റ്റിക്സ് സപ്പോർട്ടിങ് ആംസാണ്. അപ്പോൾ ഗോർഖ റെജിമെൻറ്റ് ഇൻഫൻട്രിയിലെ കമ്മീഷൻ കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് പോസ്റ്റിംഗ് എനിക്ക് കിട്ടിയത് നോർത്തേൺ കാശ്മീരിൽ ഗുരേസ് ഖാൻസൽവാൻ എന്ന് പറഞ്ഞ സെക്ടറിൽ എൻ്റെ ബറ്റാലിയൻ അവിടെ ഡിപ്ലോയിഡ് ആയിരുന്നു. 9000 അടി പൊക്കത്തിലായിരുന്നു ഞങ്ങളുടെ താമസിക്കുന്ന അക്കോമഡേഷൻ എല്ലാം. ഞങ്ങളുടെ ചുമതല 13,000, 12,000, 11,000 അടി പൊക്കത്തിലുള്ള പോസ്റ്റ് പാകിസ്ഥാൻ്റെ അക്രോസ് ആയിരുന്നു. അത് ഒരു മലയാളിയാണ്, ഈ തണുപ്പിൽ നിന്നും ജീവിച്ചിട്ടില്ല, അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. ചില അവിടെ ചെന്ന് പക്ഷേ ചെറുപ്പത്തിൽ എന്തും സഹിക്കാം, എന്തും ചെയ്യാമെന്നുള്ള ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഐ ഷുഡ് നോട്ട് ബി ഫൗണ്ട് വാണ്ടിങ് ഇൻ എനിത്തിങ് എന്നുള്ള ഒരു മനസ്ഥിതിയോടുകൂടി സർവീസ് തുടങ്ങി. അതിൽ പ്രധാനമായിട്ടും ഒരു ഇൻഫൻട്രി ബറ്റാലിയനിൽ അവനവൻ്റെ ട്രൂപ്സിന്
ജവാന്മാർ നല്ലപോലെ അറിഞ്ഞിരിക്കണം. അവർക്ക് നമ്മളെ അറിഞ്ഞിരിക്കണം, നമുക്ക് അവരെ അറിഞ്ഞിരിക്കണം. അവർക്ക് ഓഫീസറിൽ കോൺഫിഡൻസ് ഉണ്ടാക്കണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ അറിയാവുന്ന വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ടാസ്ക് റോൾ പീസ് ടൈമിലായിരുന്നാലും വോർ ടൈമിലായിരുന്നാലും അങ്ങനെ ഒരു അറിവും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫിഡൻസും ഉണ്ടെങ്കിൽ എല്ലാ ടാസ്കും നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഞാൻ വളരെ പരിശ്രമിച്ച് നല്ല ഭംഗിയായിട്ട് എൻ്റെ വിശ്വാസത്തിൽ വളരെ ഭംഗിയായിട്ട് ഞാൻ അവരുമായിട്ട് സർവീസ് ചെയ്തു. കാശ്മീരിൽ 2 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ ലക്നൗവിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു.